അർജുന്റെയും ജയകുമാരിയുടെയും കസ്റ്റഡിയിലാണ് താൻ എന്നറിഞ്ഞപ്പോൾ ചിട്ടി കമ്പനി ഉടമ അതിഭയങ്കരമായി നടുങ്ങിപ്പോയി. ജയകുമാരിയെ വെടിവെക്കാനായി താനാണ് റിവോൾവർ നൽകിയതെന്ന് ഇവർ മനസ്സിലാക്കിയിരിക്കുമോ? അല്ലാതെ തന്നെ തന്ത്രപൂർവ്വം വലയിൽ വീഴ്ത്താനുള്ള കാരണം എന്താണ്? മണി അവരുടെ മുഖങ്ങളിലേക്ക് ഭയത്തോടെ നോക്കി നിന്നു. അപ്പോൾ അർജുൻ പാൻസിന്റെ കീശയിൽ മടക്കി സൂക്ഷിച്ചിരുന്ന ദിനപത്രം എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ചിട്ടി ഉടമ ഏലിയാസിനെ വാഹനം ഇടിപ്പിച്ചു കൊന്നതിന് നിങ്ങളെ പോലീസ് തിരയുന്നുണ്ട്. നിങ്ങൾ അവതരിപ്പിച്ച ഡമ്മി നാടകം പൊളിഞ്ഞു. അശോക് കുമാർ എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പണമാണോ? എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം. എന്നെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. ഞങ്ങൾക്ക് പണം ആവശ്യമില്ല. പിന്നെ ചില വിവരങ്ങൾ അറിഞ്ഞാൽ മതി. എന്ത് വിവരമാണ് അറിയേണ്ടത്? കനകരാജ് സത്യവ്രതനും എവിടെ? മണി ഞെട്ടി. അടുത്ത നിമിഷം മുഖത്ത് ഭാവമാറ്റം നടത്തിക്കൊണ്ട് അയാൾ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു, സത്യവ്രതനും കനകരാജുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. അയാളുടെ നാവടക്കാൻ അർജുൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ മുഖത്ത് അടി കൊടുത്തു. പറയടാ, അവരെവിടെയാണ്? എനിക്ക് അവരെ അറിയില്ല. അർജുൻ അയാളുടെ അടിവയറ്റിൽ തൊഴിച്ചു. പെട്ടെന്ന് കുനിഞ്ഞു പോയ മണിയുടെ മുതുകിൽ കൈമുട്ടുകൊണ്ടിടിച്ചു. പിന്നെ കാല് മടക്കി മുഖത്തടിച്ചു. മണിയുടെ മുൻവരി പല്ലുകൾ 4-5 അടർന്ന് തറയിൽ വീണു. വായിൽ നിന്നും കൊഴുത്ത രക്തം കുമിഞ്ഞു ചാടി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ റിവോൾവർ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും, പരുക്കൻ സ്വരത്തിൽ അർജുൻ പറഞ്ഞു. കുമിഞ്ഞു ചാടുന്ന രക്തം തുടച്ചു കളഞ്ഞിട്ട് ദയനീയമായി മണി അർജുനെ നോക്കി. അപ്പോ അർജുൻ ചോദിച്ചു, തങ്കപ്പൻ എന്ന കള്ളപ്പേരിൽ നടന്ന അബുവിനെ കൊന്നത് ആരാണെന്ന് അറിയാമോ? എനിക്കറിയില്ല. അവനെ നിനക്കറിയാമോ? ഇല്ല. പരിചയമില്ലാത്തവൻ വന്ന് ചോദിച്ചപ്പോ 1 ലക്ഷം രൂപ കൊടുത്തു വിട്ടതോ? മണി ഒന്ന് നടുങ്ങി. അബുവിനെ കൊന്നത് ഞങ്ങളാണ്. എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവന് ശിക്ഷ വിധിച്ചത്. ഇതൊരു പ്രത്യേക കോടതിയാണ്. വക്കീലും ജഡ്ജിയും ആരാച്ചാറും ഞങ്ങൾ തന്നെയാണ്. എന്തു പറയണമെന്നറിയാതെ മണി മിഴിച്ചിരുന്നു. അപ്പോൾ അർജുൻ തുടർന്നു, 1 ലക്ഷം രൂപ അവരുടെ വീടുകളിൽ എത്തിക്കാൻ കൊടുത്തയച്ചത് എന്തിനാണെന്ന് ആദ്യം പറയണം. പറയുന്നത് കെട്ടുകഥയാണെന്ന് തോന്നിയാ അത് പൂർത്തീകരിക്കാനാവില്ല. അതുവരെ സംഭവിച്ചതെല്ലാം വള്ളിപുള്ളി തെറ്റാതെ മണി പറഞ്ഞു. ഇപ്പോ അവൻ എവിടെയുണ്ട്? മുംബൈക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ എന്നെ വിളിച്ചില്ല. മണിയുടെ പക്കൽ നിന്നും വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ നീട്ടിക്കൊണ്ട് അർജുൻ പറഞ്ഞു, അവർ എവിടെയാണെന്ന് ചോദിക്കുക. നാട്ടിൽ പ്രശ്നമായതുകൊണ്ട് ഞാനും വരികയാണെന്ന് സംശയം തോന്നാത്ത രീതിയിൽ പറയണം. മണി ഫോൺ വാങ്ങി കനകരാജിന്റെ പേരെടുത്ത് ഓക്കെ അമർത്തി. കോൾ കിട്ടിയപ്പോൾ അർജുൻ ഫോണിലേക്ക് കാതടിപ്പിച്ചു പിടിച്ചു. എന്താ മണി, നീ എവിടെയാ? ഞങ്ങൾ പത്രം കണ്ടു. ഇവിടെ ആകെ കുഴപ്പമായി ചേട്ടാ. നിങ്ങൾ എവിടെയാണ്? മുംബൈയിലാണ്. സത്യവ്രതന്റെ ഒരു കൂട്ടുകാരനോടൊപ്പമാണ്. ഞാൻ അങ്ങോട്ട് വരികയാ. ഇവിടെ നിന്നാ പോലീസ് പിടിക്കും. ശരി, എങ്ങനെയാ നീ വരുന്നത്? പ്ലെയിനിലോ ട്രെയിനിലോ? എങ്ങനെയെങ്കിലും വരാം. തുടർന്ന് സംസാരിക്കരുതെന്ന് ആംഗ്യം കാണിച്ചിട്ട് ഫോൺ വാങ്ങി മറച്ചു പിടിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അർജുൻ പറഞ്ഞു, ഭാര്യയും ഒപ്പം വരുന്നുണ്ടെന്നും നീ അവൾ സംസാരിച്ചുകൊള്ളുമെന്നും പറയും. ഫോൺ മണിയുടെ കയ്യിൽ കൊടുത്തു. മണി അതുപോലെ പറഞ്ഞു. ഫോൺ വാങ്ങി ഓഫ് ചെയ്തിട്ട് അർജുൻ പറഞ്ഞു, നീ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവളെ കൊല്ലാൻ റിവോൾവർ കൊടുത്തുവിട്ടു. ചന്ദ്രഗിരി പെൺകുട്ടിയെ പീഡിപ്പിച്ചു. എതിരാളിയുടെ കുടുംബം മുഴുവൻ ഇല്ലാതാക്കി. നീ കോടതിയിൽ എത്തിയാൽ പ്രഗത്ഭനായ വക്കീൽ നിന്നെ രക്ഷിക്കും. വീണ്ടും അതിക്രമങ്ങൾ കാണിച്ച് പണക്കൊഴുപ്പോടെ ജീവിക്കും. അതുകൊണ്ട് ഇനി മരിക്കാൻ തയ്യാറാവുക. സാർ, എന്നെ കൊല്ലരുത്. പാവങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ എന്റെ പക്കലുണ്ട്. അവരെല്ലാം വഴിയാധാരമാകും. ഇല്ലടാ, നിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അവർക്ക് ഗവൺമെന്റ് പങ്കുവെച്ചു കൊടുക്കും. എന്റെ ഭാര്യ ഗർഭിണിയാണ്. അതും സാരമില്ല. നീയും കൂട്ടുകാരനും കാരണം ഗർഭം ധരിക്കാൻ ഭാഗ്യമില്ലാത്ത എത്രയോ യുവതികൾ കണ്ണുനീരുമായി കഴിയുന്നു. ഇവളെ കണ്ടോ? ഇവളെ പോലെ മുംബൈയിലെ ചുവന്ന തെരുവിൽ ആയിരക്കണക്കിന് യുവതികൾ ഗർഭം ധരിക്കാൻ ഭാഗ്യമില്ലാത്തവരായുണ്ട്. അർജുൻ റിവോൾവർ മണിയുടെ നെഞ്ചിന് നേർക്ക് ചൂണ്ടി. അടുത്ത നിമിഷം കാഞ്ചി വലിച്ചു. തറയിൽ വീണ് കിടന്ന് മണി ഒന്ന് പിടഞ്ഞു. വലിയ ചണച്ചാക്കിനുള്ളിൽ മണിയുടെ ജഡം കയറ്റി കെട്ടി മുറിയുടെ മൂലയിൽ വെച്ചു. കൊച്ചിൻ കുർള ട്രെയിൻ കയറി മുംബൈക്ക് അവർ തിരിച്ചു. ട്രെയിനിൽ വെച്ച് തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. മുംബൈയിലേക്ക് പോയ അന്വേഷണ സംഘം
നിരാശയോടെ മടങ്ങിയെത്തി. ഇതിനോടകം അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥിന്റെ കൊലപാതകം കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. ബാർ അസോസിയേഷൻ പലതവണ കോടതി ബഹിഷ്കരിച്ചു. കേസ് കുറ്റാന്വേഷണ വകുപ്പിന് വിടാൻ ഗവൺമെന്റ് നടപടിയെടുത്തു. ഡിറ്റക്റ്റീവ് ചീഫ് KG പ്രതാപന്റെ മുമ്പിൽ കേസെത്തി. കേസ് അന്വേഷണത്തിന്റെ ചുമതല ഡിറ്റക്റ്റീവ് പ്രകാശിനെയും ഡിറ്റക്റ്റീവ് സൂസനെയും ഏൽപ്പിച്ചു. 35 വയസ്സിന് മേൽ പ്രായമില്ലാത്ത സുമുഖനായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് ഡിറ്റക്റ്റീവ് ജയപ്രകാശ്. കോളിളക്കം സൃഷ്ടിച്ച അനേകം കേസുകൾക്ക് മലയാളിയായ അദ്ദേഹം തുമ്പുണ്ടാക്കിയിട്ടുണ്ട്. തന്റെ ബുദ്ധിസാമർഥ്യവും പെട്ടെന്നുള്ള ആക്രമണ രീതിയുമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. കുറ്റവാളി എത്ര സമർത്ഥനായാലും അദ്ദേഹം അവരെ കീഴ്പ്പെടുത്തി നിയമത്തിന്റെ മുമ്പിൽ ഏൽപ്പിക്കും. അനേകം കേസ് അന്വേഷണങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥയാണ് സൂസൻ. യുവതിയായ അവൾ അന്വേഷണത്തിന്റെ താങ്ങും തണലുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അധോലോകവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ജയകുമാരി ഉൾപ്പെട്ട കേസ് ആയതിനാലാണ് ഡിറ്റക്റ്റീവ് സൂസനെ കൂടി അന്വേഷണത്തിനായി നിയമിച്ചത്. DYSP അരുൺകുമാറിന് മുകളിലേക്ക് കൊട്ടാരം ഗോപിനാഥന്റെ കേസ് ചർച്ച ചെയ്തിരുന്നില്ല. ചർച്ച ചെയ്യപ്പെട്ടതാകട്ടെ ബാർ അസോസിയേഷൻ ബഹളം വെച്ചപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് കേസിന്റെ എല്ലാ ഫയലുകളും അരുൺകുമാറിന്റെ പക്കലായിരുന്നു. ഡിറ്റക്റ്റീവ് ജയപ്രകാശും സൂസനും അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി. കേസിനെ പറ്റി സംസാരിച്ചു തുടങ്ങിയപ്പോൾ ടൗൺ സബ് ഇൻസ്പെക്ടർ സോമനും സർക്കിൾ ഇൻസ്പെക്ടർ പണിക്കരും കൂടി പങ്കെടുക്കുന്നത് മെച്ചമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്ന് അവരെ വിളിച്ചു വരുത്തി. കേസിനെ പറ്റി അവരിൽ നിന്നുള്ള വിശദീകരണങ്ങളും കേട്ടു. പോലീസിന്റെ പക്കലുള്ള ചിത്രങ്ങളും രേഖകളും ഡിറ്റക്റ്റീവ് ജയപ്രകാശിനെ ഏൽപ്പിച്ചു. അവർ ഫയലുമായി ഹോട്ടലിലെത്തി. ഫയൽ പഠിച്ചു. അവർ രണ്ടുപേരും ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു. മുംബൈയിലെ ചുവന്ന തെരുവിൽ വെച്ച് ജയകുമാരി അധോലോകവുമായി ബന്ധമുള്ള അർജുനെ പരിചയപ്പെട്ടിരിക്കാം. അവളോട് തോന്നിയ കരുണ മലയാളി പെൺകുട്ടി എന്നുള്ള വികാരം മാത്രമായിരിക്കും. അവളെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയച്ചു. മാനസിക രോഗാശുപത്രിയുടെ മുൻപിൽ വെച്ച് പഴയ പ്രതികളെ കണ്ടപ്പോൾ അവളുടെ അച്ഛൻ ജയദേവന് തന്റെ അവസ്ഥയുടെ കാരണക്കാരെ പിന്തുടർന്ന് ഉപദ്രവിക്കണമെന്ന് തോന്നി. അയാളെ കനകരാജ് സത്യവ്രതന് ചേർന്ന് വെടിവെച്ച് കൊന്നു. അവർ ജാമ്യം എടുത്തുകൊടുത്ത വക്കീലിനെ എന്തിന് അർജുനും ജയകുമാരിയും ചേർന്ന് വധിച്ചു? ഉത്തരം കിട്ടേണ്ടത് ഈ ചോദ്യത്തിന് മാത്രമാണ്. ഒന്നുകിൽ പഴയ പെൺവാണിഭ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തിയ വക്കീൽ വീണ്ടും പ്രതികളെ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കണം. മുംബൈയിലേക്ക് പോയിരുന്ന അന്വേഷണ സംഘത്തിൽ നിന്നും ജയകുമാരിയുടെ ഭർത്താവായിരുന്ന മലബാറി ബാബു കൊല്ലപ്പെട്ടതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ആ കൊലപാതകവും ജയകുമാരി അർജുൻ ടീമിന് ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ജയകുമാരിയുടെ അച്ഛന്റെ ജ്യേഷ്ഠ സഹോദരനായ സഹദേവനിൽ നിന്നും അന്വേഷണം ആരംഭിക്കുന്നതാണ് നല്ലതെന്ന് ഡിറ്റക്റ്റീവ് ജയപ്രകാശിന് തോന്നി. പിറ്റേ ദിവസം രാവിലെ അവർ ചന്ദ്രഗിരിയിലെത്തി. അപരിചിതരായ അതിഥികളെ സഹദേവൻ സ്വീകരിച്ചു. അവർ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ഞെട്ടി. എങ്കിലും ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. അർജുന് അധോലോക ബന്ധം ഇല്ലെന്നാണോ നിങ്ങൾ തറപ്പിച്ചു പറയുന്നത്? ഡിറ്റക്റ്റീവ് ജയപ്രകാശ് ചോദിച്ചു. അതെ സർ, അവൻ മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ എന്തിന് അവർ അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥനെ വധിച്ചു? മാന്യനായ ഒരു ചെറുപ്പക്കാരൻ നിയമം കയ്യിലെടുക്കാൻ തുനിയുകയില്ലല്ലോ. സാറിന്റെ ചോദ്യം വളരെ ശരിയാണ്. ഇവിടുത്തെ പോലീസുകാർ പ്രതികളെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ മാനസികമായി വളരെ പീഡിപ്പിച്ചു. സത്യത്തിൽ അവരെ പറ്റി യാതൊരു വിവരവും എനിക്കില്ല. ജയകുമാരി നിങ്ങളുടെ കൂടി മകളാണല്ലോ, എന്തിനാ അയാളോടൊപ്പം പോകാൻ അവളെ അനുവദിച്ചു? പെട്ടെന്ന് ഉത്തരം പറയാതെ ജയദേവൻ ഡിറ്റക്റ്റീവ് ജയപ്രകാശിന്റെ മുഖത്തേക്ക് ഏതാനും നിമിഷങ്ങൾ നോക്കിയിരുന്നു. സഹദേവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അദ്ദേഹം കണ്ടു. സാറ് നിങ്ങൾ ഭയപ്പെടാതെ പറയൂ. സഹദേവൻ മുറിയിലേക്ക് കയറി. തിരികെ വന്ന് ഒരു കവർ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് കസേരയിലിരുന്നു. ഡിറ്റക്റ്റീവ് ജയപ്രകാശ് കവർ തുറന്നു നോക്കി. ജയപ്രകാശ് നടുങ്ങിപ്പോയി. മുംബൈയിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അർജുനും ജയകുമാരിയും പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവൻ സഹദേവനെ ഏൽപ്പിച്ച കവറായിരുന്നു അത്. ജയകുമാരിയുടെ മെഡിക്കൽ റിപ്പോർട്ട്, അതോടൊപ്പം ഒരു താലിയും ഉണ്ടായിരുന്നു. ജീവിതത്തിലേക്ക് കാലൂന്നിയ ഉടൻ അവൾക്ക് ലഭിച്ച ദുർവിധി ഓർത്ത് ഒരു നിമിഷം ഡിറ്റക്റ്റീവ് ജയപ്രകാശ് മൗനമായിരുന്നു. ഈ താലി? സംശയത്തോടെ ഡിറ്റക്റ്റീവ് സൂസൻ ചോദിച്ചു. അർജുൻ അവളെ ജീവിത സഖിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി അവൻ വാങ്ങിയതാണ്. ഇനിയുമുണ്ട് അവക്ക് വേണ്ടി വാങ്ങിയ സമ്മാനങ്ങൾ.
സഹദേവൻ വീണ്ടും മുറിയിലേക്ക് കയറി. കൈ നിറയെ ആഭരണങ്ങളുമായി എത്തിക്കൊണ്ട് തുടർന്നു. ഇതെല്ലാം അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ വിധി എന്റെ കുഞ്ഞിനെ തോൽപ്പിച്ചു കളഞ്ഞു. അർജുന്റെ ഫോട്ടോ എവിടെയുണ്ടോ? ജയപ്രകാശ് ചോദിച്ചു. ഇല്ല. ജയകുമാരിയുടെ വിവാഹ ഫോട്ടോയും സിഡിയും ഉണ്ടല്ലോ, എടുക്ക്. ഒരു മടിയും കൂടാതെ സഹദേവൻ അതെല്ലാം എടുത്ത് ജയപ്രകാശിനെ ഏൽപ്പിച്ചു. ഹോട്ടലിൽ മടങ്ങിയെത്തിയപ്പോൾ സിഡിയും ആൽബവും കാണാൻ ചന്ദ്രഗിരി സബ് ഇൻസ്പെക്ടറും ടൗൺ ഇൻസ്പെക്ടറും ഒപ്പം ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അവരെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി സിഡി കണ്ടുകൊണ്ടിരുന്നപ്പോ ടൗൺ ഇൻസ്പെക്ടർ സോമൻ പെട്ടെന്ന് പറഞ്ഞു, സ്റ്റോപ്പ്. ജയപ്രകാശ് സിഡി പ്ലെയർ സ്റ്റിൽ ചെയ്തു. അല്പം പിന്നോട്ട് ഓടിക്ക. ജയപ്രകാശ് അതുപോലെ ചെയ്തു. അബുവിന്റെ ചിത്രം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരെയാണ് ആൾതാമസമില്ലാത്ത അമേരിക്കക്കാരുടെ വീട്ടിൽ കൊന്ന് സ്റ്റോർ റൂമിൽ വെച്ചിരുന്നത്. ഓക്കെ. വീണ്ടും സിഡി ഓടിച്ചു. സബ് ഇൻസ്പെക്ടർമാരെ പറഞ്ഞു വിട്ടതിന് ശേഷം ജയപ്രകാശ് ചന്ദ്രഗിരിയിലെത്തി സഹദേവനെ കൂട്ടിക്കൊണ്ടുവന്നു. സിഡി പ്ലേ ചെയ്തുകൊണ്ട് അതിൽ കണ്ട ഓരോ മുഖങ്ങളെ പറ്റിയും അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. സഹദേവന് അപരിചിതമായ മുഖങ്ങൾ അദ്ദേഹം മാർക്ക് ചെയ്തു. കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നും സഹദേവന് അപരിചിതമായ വ്യക്തികളുടെ ചിത്രങ്ങൾ എടുത്തു. വിവാഹ തട്ടിപ്പിലൂടെ ജയകുമാരിയുടെ ജീവിതം തകർത്തവരോടുള്ള പ്രതികാരമാണ് അവർ ചെയ്യുന്നതെന്ന് ജയപ്രകാശും സൂസനും അനുമാനിച്ചു. മലബാറി ബാബുവിനെയും ബ്രോക്കർ വേഷം കെട്ടിയ അബുവിനെയും വധിച്ചത് അർജുനും ജയകുമാരിയുമായിരിക്കും. വക്കീലിനെ വധിച്ചതിന് പിന്നിലുള്ള ചേതോവികാരം ജയദേവനെ വധിച്ചവരുടെ കേസ് ഏറ്റെടുത്തതാകാം. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വന്നു. ജയദേവനെ വധിച്ച കേസിലെ പ്രതികൾ എവിടെ? പോലീസിന്റെ സഹായത്തോടെ അവരുടെ വീടുകൾ കണ്ടുപിടിച്ചു. അവരെ ചോദ്യം ചെയ്തപ്പോൾ രണ്ടുപേരെയും പറ്റി വിവരമൊന്നുമില്ലെന്ന് വീട്ടുകാർ തറപ്പിച്ചു പറഞ്ഞു. കനകരാജിന്റെ ഭാര്യയുടെ സംസാരം കേട്ടപ്പോൾ അവൾ പറയുന്നത് പൂർണ്ണമായും സത്യമല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. വാടക വീട്ടിൽ കഴിയുന്ന നിങ്ങൾ എങ്ങനെയാണ് വാടക കൊടുക്കുന്നത്? തറവാട് വിറ്റ് കടങ്ങൾ വീട്ടിയതിന്റെ ബാക്കി ബാങ്കിലുണ്ട്. നിങ്ങൾ ഭർത്താവുമായി ഒരു തരത്തിലും ബന്ധം പുലർത്തുന്നില്ലല്ലോ? ഇല്ല സർ. നോ. ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന നിങ്ങൾ അയാളുമായി ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്? ഇല്ല സർ. കുറെ നാളായി ഈ വീടിന് മുമ്പിൽ മഫ്തി പോലീസ് ഉണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വരൂ. മൊബൈൽ ഫോണോ? ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇല്ല സർ. ഞങ്ങൾ വീട് പരിശോധിച്ച് കണ്ടുപിടിക്കും. കനകരാജിന്റെ ഭാര്യ സുചിത്ര അനുമതി നൽകി. ജയപ്രകാശും സൂസനും വീട് പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ 2 ലക്ഷം രൂപ അവർ കണ്ടെടുത്തു. ബാങ്ക് പാസ്ബുക്കും ലഭിച്ചു. പാസ്ബുക്ക് ലഭിച്ചപ്പോ പണം ബാങ്കിൽ നിന്നും പിൻവലിച്ചതല്ലെന്ന് മനസ്സിലായി. ഈ പണം എവിടെ നിന്ന് കിട്ടി? വസ്തുക്കൾ വിറ്റപ്പോ ബാങ്കിലിടാതെ പണമായി കുറെ രൂപ കയ്യിൽ സൂക്ഷിച്ചിരുന്നതാണ് സർ. കനകരാജിന്റെ പൂർവ്വചരിത്രം സഹദേവനിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കിയിരുന്ന ജയപ്രകാശ് അവൾ പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് വിശ്വസിച്ചു. സുചിത്രയുടെ ഭാവചലനങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരുന്ന സൂസൻ പെട്ടെന്ന് ചോദിച്ചു, ഇവിടെ ഫോൺ ഇല്ല അല്ലേ? ഇല്ല. നിങ്ങളുടെ ഇടുപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഇല്ല മാഡം. സുചിത്രയുടെ മുഖം മങ്ങി. സൂസൻ എഴുന്നേറ്റ് അവളുടെ മുഖം അടച്ച് ഒരടി കൊടുത്തിട്ട് മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഫോൺ എടുക്കടി. നൈറ്റിക്കുള്ളിൽ നിന്നും സുചിത്ര ഫോൺ എടുത്തു. മിസ് കോൾ വന്നു കിടക്കുന്നത് കണ്ടുകൊണ്ട് സൂസൻ ചോദിച്ചു, ആരാടി ഫോൺ വിളിച്ചത്? അറിഞ്ഞുകൂടാ. പറഞ്ഞു തീർന്നതും അവളുടെ മുഖത്ത് 4-5 എണ്ണം കൂടി ഡിറ്റക്റ്റീവ് സൂസൻ കൊടുത്തു. മുടിക്ക് ചുറ്റിപ്പിടിച്ച് അവളെ വലിച്ച കട്ടിലേക്ക് എറിഞ്ഞുകൊണ്ട് സൂസൻ പറഞ്ഞു, മര്യാദയ്ക്ക് സത്യം പറയുക, അല്ലെങ്കിൽ നിന്റെ സൗന്ദര്യമുള്ള ഈ മുഖം ഞാൻ വികൃതമാക്കും. പറയടി. സൂസൻ അലറി. എന്റെ ഭർത്താവാണ് വിളിച്ചത്. എവിടെയാണവൻ? മുംബൈയിൽ. ഒപ്പം സത്യവ്രതനുമുണ്ടല്ലേ? ഈ പണം എവിടുന്ന് കിട്ടിയതാടി? അബുവിന്റെ കയ്യിൽ ആദ്യം 50,000 കൊടുത്തു വിട്ടു. ബാക്കി വേറൊരാൾ കൊണ്ടുവന്ന് തന്നതാ. സുചിത്രയും കണ്ടവർ സത്യവ്രതന്റെ വീട്ടിലെത്തി. സത്യവ്രതന്റെ വീടും പരിശോധിച്ചു. അവിടെ നിന്ന് പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പണം കൊടുത്ത് ടൗണിൽ 2 സെന്റ് സ്ഥലം വാങ്ങിയതിന്റെ രേഖകൾ കണ്ടെത്തി. സത്യവ്രതന്റെ ഭാര്യ അജിതയെയും സുചിത്രയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സൂസനും ജയപ്രകാശും ചേർന്ന് അവരെ ചോദ്യം ചെയ്തു. പണത്തിന്റെ ഉറവിടത്തെ പറ്റി അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. സുചിത്രയോട് കനകരാജിനെ ഫോൺ വിളിക്കാൻ ഡിറ്റക്റ്റീവ് ജയപ്രകാശ് ആവശ്യപ്പെട്ടു. പലതവണ വിളിച്ചിട്ടും കണക്ഷൻ ലഭിച്ചില്ല. സ്വിച്ച് ഓഫ് ആണെന്നുള്ള
കമ്പ്യൂട്ടർ മറുപടിയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. സത്യവ്രതന് മുംബൈ നഗരം നല്ല പരിചയമായിരുന്നു. അവൻ പലതവണ മുംബൈയിൽ കറങ്ങിയിട്ടുണ്ടായിരുന്നതിനാൽ ഒരു ടാക്സി പിടിച്ച് നേരെ മറൈൻ ഡ്രൈവിൽ എത്തി. നട്രാജ് ഹോട്ടൽ കണ്ടുപിടിക്കാൻ അവർക്ക് വിഷമിക്കേണ്ടി വന്നില്ല. റിസപ്ഷനിൽ എത്തിയ ഉടൻ സത്യവ്രതൻ പറഞ്ഞു, "വി വാണ്ട് മീറ്റ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മണി. യുവർ നെയിം പ്ലീസ്." കനകരാജ് ആൻഡ് സത്യവ്രതൻ. യുവതി റൂമിലേക്കുള്ള ഫോണിന്റെ ബട്ടൺ അമർത്തി. "സർ, മിസ്റ്റർ കനകരാജ് ആൻഡ് മിസ്റ്റർ..." യുവതി വാക്കുകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവരെ മുറിയിലേക്ക് വിടാൻ മറുപടി കിട്ടി. "റൂം നമ്പർ 14, ഫസ്റ്റ് ഫ്ലോർ. പ്ലീസ് ഗോ ദിസ് വേ." സ്റ്റെയർ കേസ് കയറി അവർ 14 നമ്പർ മുറിയുടെ മുമ്പിലെത്തി. കനകരാജ് വാതിലിൽ മുട്ടി. റൂം ബോയ് വാതിൽ തുറന്നു. രണ്ടുപേരും അകത്തേക്ക് കയറി. മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വാതിൽ റൂം ബോയ് അടച്ചു പൂട്ടിക്കൊണ്ട് ചോദിച്ചു, "രണ്ടുപേരും മലയാളികളല്ലേ സാറേ?" "അതെ." "മണിസാറും മിസ്സസും എവിടെ?" "ലഞ്ച് കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് പോയതാണ്. ഇപ്പൊ വരും." 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലിൽ പ്രത്യേക രീതിയിൽ 3 തവണ മുട്ടുന്ന ശബ്ദം കേട്ട് റൂം ബോയ് വാതിൽ തുറന്നു. വാതിൽക്കൽ നിൽക്കുന്നവരെ കണ്ട് കനകരാജും സത്യവ്രതനും ഞെട്ടിയെണീറ്റു. അർജുനും ജയകുമാരിയും. മിന്നൽ വേഗത്തിൽ കനകരാജ് റിവോൾവർ എടുക്കാൻ ശ്രമിച്ചപ്പോൾ റിവോൾവർ ചൂണ്ടിക്കൊണ്ട് അർജുൻ പറഞ്ഞു, "ചലിച്ചു പോകരുത്." റൂം ബോയ് വാതിൽ അടച്ചു പൂട്ടി. TV ഓൺ ചെയ്തു. കനകരാജിന്റെ കയ്യിൽ നിന്നും അർജുൻ റിവോൾവർ പിടിച്ചു വാങ്ങി ജയകുമാരിയുടെ കയ്യിൽ കൊടുത്തു. "മണി സാർ എവിടെയുണ്ടെന്ന് അറിയാമോ?" പേടിച്ചരണ്ടു നിൽക്കുന്ന അവരോടായി അർജുൻ ചോദിച്ചു. രണ്ടുപേരും ഒരക്ഷരം ഉരിയാടിയില്ല. "എന്താടാ, മണിയുടെ കാര്യം ചോദിച്ചിട്ട് മിണ്ടാതെ നിൽക്കുന്നത്?" "ഞങ്ങളോട് ക്ഷമിക്കണം." കനകരാജ് കൈകൂപ്പി. "ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ. മണി എവിടെയാണെന്ന് അറിയണ്ടേ?" രണ്ടുപേരും ജീവച്ചവം പോലെ നിന്നുകൊണ്ട് യാന്ത്രികമായി തലകുലുക്കി. "ഇപ്പോ നാറ്റം വെച്ച് കാണും." കനകരാജും സത്യവ്രതനും ഞെട്ടി. "മലബാറി ബാബു എവിടെയാണെന്ന് അറിയാമോടാ?" അർജുൻ ചോദിച്ചു. "അവനെ ആരോ കൊന്നുവെന്നറിഞ്ഞു." സത്യവ്രതൻ പേടിച്ചരണ്ട ശബ്ദത്തിൽ പറഞ്ഞു. "കൊന്നത് ഞങ്ങളാണ്. തങ്കപ്പ സാർ എന്ന അബു എവിടെയാണെന്ന് നാട്ടിൽ വെച്ച് അറിഞ്ഞു കാണുമല്ലോ." "ഞങ്ങൾ നിരപരാധികളാ," കനകരാജ് പറഞ്ഞു. അർജുൻ മുഖം തിരിച്ച് ജയകുമാരിയെ നോക്കി. കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്ന ചാട്ടവാർ ചുഴറ്റി പേപ്പട്ടിയെ തല്ലുന്നത് പോലെ അവൾ രണ്ടുപേരെയും തല്ലിക്കൊണ്ട് റൂംബോയുടെ വേഷത്തിൽ നിൽക്കുന്ന ജയനോട് പറഞ്ഞു, "ജയേട്ടാ, യുവമാരുടെ ഷർട്ട് വലിച്ചു കീറി മാറ്റ്." ജയൻ അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. ജയകുമാരി പ്രഹരം തുടർന്നു. കൈ കഴിച്ചപ്പോൾ അവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ജയൻ ചാട്ടവാർ വാങ്ങി രണ്ടുപേരെയും പുതിര തല്ലി. അടിയേറ്റ് ശരീരം മുഴുവൻ പൊട്ടി. രക്തമൊലിച്ച് ചുവന്ന കാർപ്പറ്റിൽ വീണ് വേദന കൊണ്ട് പൊളയുന്ന അവരോട് അർജുൻ ചോദിച്ചു, "ഇവളുടെ രാജകീയ വിവാഹം നടന്ന വീട് ആരുടേതായിരുന്നു?" "ഐസ്ക്രീം പ്രകാശന്റെ." മരണവെപ്രാളത്തോടെ കനകരാജ് തുടർന്നു. "അവനാ ഇവളെ മുംബൈയിൽ വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്തത്." "അത് ശരി. വലിയൊരു ചങ്ങലയുടെ കണ്ണികൾ ഇനിയുമുണ്ടല്ലേ?" "ഞങ്ങൾ നിരപരാധികളാ." "അതേടാ, എനിക്കറിയാം. ഇവളുടെ വീട്ടിൽ താമസിച്ചിരുന്ന സീതയെ എന്തിനാണ് വെടിവെച്ച് കൊന്നത്?" ചോദ്യം കേട്ട് രണ്ടുപേരും ഞെട്ടി. പെട്ടെന്ന് സത്യവ്രതം പറഞ്ഞു, "ഇവനാണ് കൊന്നത്, ഞാനല്ല." "മതി ചേട്ടാ." ജയകുമാരി റിവോൾവർ എടുത്ത് കനകരാജിന്റെ നെഞ്ചിന് നിറക്കി ചൂണ്ടി. 1 സെക്കൻഡ് പോലും പാഴാക്കാതെ അവൾ കാഞ്ചി വലിച്ചു. കനകരാജ് കാർപ്പറ്റ് വിരിച്ച് തറയിൽ കിടന്ന് പിടയുന്നത് സത്യവ്രതൻ കണ്ടുകൊണ്ട് നിന്നു. അടുത്ത നിമിഷം അവന്റെ നെഞ്ചിലും വെടിയേറ്റു. ഐസ്ക്രീം പാർലർ നടത്തുന്ന പ്രകാശിന് പെൺവാണിഭവുമായി ബന്ധമുള്ള ഒരു വാർത്ത ഒരിക്കൽ പത്രത്തിൽ വായിച്ചതിനെ പറ്റി ജയകുമാരി ഓർമ്മിച്ചു. മെട്രോ സിനിമാ തിയേറ്ററിന് സമീപം ഡോബിത ലാബിലുള്ള വിൽസൺ പെരേരയുടെ ഫ്ളാറ്റിൽ ഇരിക്കുമ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. അവളുടെ മനസ്സ് മന്ത്രിച്ചു. പ്ലെയിൻ കയറി ജയകുമാരിയും അർജുനും നാട്ടിലേക്ക് തിരിച്ചു. ഈ സമയം പുഴക്കരയിലെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നു എന്നുള്ള നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആൾതാമസമില്ലാത്ത വീട് പോലീസ് കുത്തിപ്പൊളിച്ചു. ചാക്കിൽ കെട്ടിവെച്ചിരുന്ന ജഡം ഒറ്റ നോട്ടത്തിൽ തന്നെ ചിട്ടിക്കമ്പനി ഉടമ മണിയുടേതാണെന്ന് ടൗൺ ഇൻസ്പെക്ടർ സോമൻ തിരിച്ചറിഞ്ഞു. മണിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഏലിയാസിന്റെ വീട്ടുകാർ ആരെങ്കിലും ആയിരിക്കുമോ? ഏലിയാസിന്റെ ജ്യേഷ്ഠൻ റോബർട്ട് വഴക്കും വക്കാണവുമായി നടക്കുന്നവനാണ്. റോബർട്ടിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഡിറ്റക്റ്റീവ് ജയപ്രകാശുമായി ബന്ധപ്പെടുന്നത് നല്ലതാണെന്ന്
അദ്ദേഹത്തിന് വെറുതെ തോന്നി. ജയപ്രകാശിനെയും സൂസനെയും വിളിച്ചു വരുത്തി. മണിയുടെ ജഡം അവർ പരിശോധിച്ചു. നെഞ്ചിൽ വെടിയേറ്റതാണ് മരണകാരണം. അഡ്വക്കേറ്റ് കൊട്ടാരം ഗോപിനാഥനും അബുവും നെഞ്ചിൽ വെടിയേറ്റാണ് മരിച്ചത്. 3 മരണങ്ങളും ബന്ധപ്പെടുത്താൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാനായി ജയപ്രകാശും സൂസനും അവിടെ നിന്നും പുറപ്പെട്ടു. അവർ മണിയുടെ വീട്ടിലെത്തി. ധാരാളം ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒരു മുറിയിൽ കിടന്ന് മണിയുടെ ഭാര്യ ജഗദമ്മ അലമുറയിടുന്നു. മണി കൊല്ലപ്പെട്ടുവെന്നറിഞ്ഞതോടെ ചിട്ടി ഇടപാടുകാർ അവിടേക്ക് ഒഴുകാൻ തുടങ്ങി. വളരെ നേരത്തെ ശ്രമഫലമായിട്ടാണ് ഡിറ്റക്റ്റീവ് ജയപ്രകാശിനും സൂസനും ജഗദമ്മ കിടക്കുന്ന മുറിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്. ജഗദമ്മ ഒഴികെയുള്ളവരെ മുഴുവൻ മുറിയിൽ നിന്നും പുറത്താക്കി. അലമുറയിടുന്ന അവരെ സൂസനും ജയപ്രകാശും ചേർന്ന് ഒരുവിധം ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് ആരാണെന്ന് അറിയാമോ? ഇല്ല സാറേ, എനിക്കൊന്നും അറിയില്ല. ആരെയെങ്കിലും സംശയമുണ്ടോ? ഇല്ല. സത്യവ്രതന്റെയും കനകരാജിന്റെയും അബുവിന്റെയും ജയകുമാരിയുടെയും ചിത്രങ്ങൾ അവരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇവരിൽ ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? എങ്ങനെ അറിയാം? സത്യവ്രതനും കനകരാജനും ചേട്ടന്റെ കൂട്ടുകാരാ. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു. അവർ എന്താണ് സംസാരിച്ചതെന്ന് അറിയാമോ? ഇല്ല, ടെറസിലിരുന്നാണ് സംസാരിച്ചത്. പിറ്റേ ദിവസം ചേട്ടന്റെ കാറിലാണ് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ബിസിനസ് കാര്യത്തിൽ നീ തലയിടേണ്ടെന്ന് പറഞ്ഞു. അബുവിന്റെ ചിത്രം കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മനുഷ്യനോ? ഇയാൾ കൊല്ലപ്പെട്ടയാളല്ലേ? അതെ, ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. എന്തിനാണ് വന്നതെന്ന് അറിയാമോ? ഇല്ല. ചോദിച്ചില്ലേ? ഇല്ല. ഈ യുവതിയോ? ഇവളുടെ മറ്റൊരു ചിത്രം കൂടിയുണ്ട്. കണ്ണട വെച്ച മുടി ബോബ് ചെയ്ത ജയകുമാരിയുടെ കമ്പ്യൂട്ടർ ചിത്രം കൂടി കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഇവളും ഒരു ചെറുപ്പക്കാരനും പലതവണ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ചിട്ടിപ്പണം കിട്ടിയില്ലെന്നും കേസ് കൊടുക്കുമെന്നും പറഞ്ഞു. താൻ അന്വേഷിക്കുന്ന കേസുമായി ഈ കൊലപാതകത്തിന് ബന്ധമുണ്ടെന്ന് ജയപ്രകാശിന് മനസ്സിലായി. ജയകുമാരിയും അർജുനും തങ്ങളുടെ എതിരാളികളെ ഒന്നൊന്നായി വകവരുത്തുകയാണ്. ഇവർക്കെല്ലാം ജയകുമാരിയുടെ അച്ഛൻ ജയദേവന്റെ കൊലപാതകവുമായി എന്ത് ബന്ധമാണുള്ളത്? എത്ര ആലോചിച്ചിട്ടും കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. ജയപ്രകാശും സൂസനും ഹോട്ടലിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഡിവൈഎസ്പി അരുൺകുമാറിന്റെ ഫോണെത്തി. യെസ് മിസ്റ്റർ ജയപ്രകാശ്, മുംബൈയിലെ നട്രാജ് ഹോട്ടലിൽ വെച്ച് കനകരാജനും സത്യവ്രതനും വെടിയേറ്റു. വാട്ട്? അതെ, കഥ അവസാനിച്ചെന്ന് തോന്നുന്നു. ജയദേവനെ കൊന്ന പ്രതികളെ അവസാനം അവർ വകവരുത്തി. ഇനി ജയകുമാരിയെയും അർജുനെയും പിടികൂടിയാണ് ദൗത്യം. കഥ തീർന്നിട്ടില്ല സർ. അവരെ ചുറ്റി വരുന്ന ചങ്ങലയിൽ ഇനിയും കണ്ണുകൾ ബാക്കിയുണ്ട്. ജയപ്രകാശും സൂസനും പെട്ടെന്ന് റെഡിയായി. പ്രകാശിന്റെ ഐസ്ക്രീം പാർലറിന് മുന്നിൽ ടാക്സി ഇറങ്ങി അവർ ഒരു നിമിഷം അന്തിച്ചു നിന്നുപോയി. അർജുനും ജയകുമാരിയും ഐസ്ക്രീം പാർലറിൽ നിന്നും ഇറങ്ങി വരുന്നു. മിന്നൽ വേഗത്തിൽ സൂസനും ജയപ്രകാശും പിസ്റ്റളുകൾ അവരുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഡോണ്ട് മൂവ്, യു ആർ അണ്ടർ അറസ്റ്റ്. ജയകുമാരിയും അർജുനും ചലിച്ചില്ല. അവർ പുഞ്ചിരിയോടെ അവരെ നോക്കി. യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ അവർ കീഴടങ്ങി. പ്രകാശ് എവിടെ? ജയപ്രകാശ് ചോദിച്ചു. കഴിഞ്ഞു. ഒറ്റ വാക്കിൽ അർജുൻ ഉത്തരം പറഞ്ഞു. പ്രതികളെ ഡിവൈഎസ്പി അരുൺകുമാറിന്റെ ഓഫീസിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു, ഇവിടെ കുറ്റവാളികൾക്ക് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരണ നൽകുന്നത് അവരെ രക്ഷിക്കാൻ പ്രഗത്ഭരായ വക്കീലന്മാർ നിയമത്തെ വളച്ചൊടിക്കുന്നത് കൊണ്ടാണ്. പണമുണ്ടെങ്കിൽ ഏത് കുറ്റവാളിക്കും രക്ഷപ്പെടാം. മിടുക്കന്മാരായ വക്കീലന്മാർ പ്രോസിക്യൂട്ടറെയും വാദിയെയും നിയമപീഠത്തെ പോലും തന്റെ വാക്ശരങ്ങളാൽ കൊന്നു കുഴിച്ചു മൂടും. മാന്യമായി ജീവിച്ച എന്നെ കൊലയാളിയാക്കിയത് കഴിവുകെട്ട തത്വസംഹിതകളാണ്. എന്റെ കുഞ്ഞു പെങ്ങളെ എയ്ഡ്സ് രോഗിയാക്കിയത് ഈ നാറിയ സമൂഹവും തെളിവ് തേടി പോകുന്ന നിയമവുമാണ്. ചന്ദ്രഗിരി പെൺകുട്ടിയെ പീഡിപ്പിച്ചവരാണ് കനകരാജും സത്യവ്രതനും. പാവം പെൺകുട്ടി തിരിച്ചറിഞ്ഞ 30 പ്രതികളും സമൂഹത്തെ നോക്കി കൊഞ്ഞനം കാണിക്കുകയല്ലേ. മാന്യനായി ചമഞ്ഞു നടക്കുന്ന മന്ത്രി എതിരാളികളെ കൊല്ലാൻ 5 ലക്ഷം രൂപയാണ് പുല്ലുപോലെ വലിച്ചെറിഞ്ഞത്. ചന്ദ്രഗിരി പെൺകുട്ടിയെ ആ കശ്മലിനും പീഡിപ്പിച്ചിട്ടുണ്ട്. അവൻ ആവേശത്തോടെ പറഞ്ഞത് 100% ശരിയാണെന്ന് അവിടെ ഉണ്ടായിരുന്ന നീതിപാലർക്ക് തോന്നി. കോളിളക്കം സൃഷ്ടിച്ച പല കേസിലെ പ്രതികളും വക്കീലന്മാരുടെ സാമർഥ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. നിയമത്തിന് അവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും നിയമം കയ്യിലെടുക്കാൻ ഒരു പൗരനും അധികാരമില്ല. സഹതാപത്തോടെ ജയപ്രകാശും സൂസനും എയ്ഡ്സ് ബാധിച്ച പാവം പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി.
അർജുന്റെ വെളിപ്പെടുത്തലിന് ശേഷം അവളുടെ മുഖം ഭീമത്സമായിരിക്കുന്നത് അവർ കണ്ടു. അവരെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് ഡിവൈഎസ്പി അരുൺകുമാർ ഡിറ്റക്റ്റീവ് ജയപ്രകാശിനോട് ചോദിച്ചു, ഐസ്ക്രീം പ്രകാശിനെ തേടി ഇവർ എത്തുമെന്ന് താങ്കൾ എങ്ങനെ കണക്കുകൂട്ടി? സഹദേവനിൽ നിന്നും വിവാഹത്തിൽ പങ്കെടുത്ത പരിചിതരെയും അപരിചിതരെയും ഞാൻ തിരിച്ചറിഞ്ഞതിന് ശേഷം അപരിചിതരെ പറ്റി പഠനം നടത്തി. അങ്ങനെ ഐസ്ക്രീം പ്രകാശ് എന്റെ മനസ്സിൽ പതിഞ്ഞു. അയാളുടെ പൂർവ്വകാല ചരിത്രവും വിവാഹ തട്ടിപ്പിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും പഠിച്ചു. എതിരാളികളെ ഒന്നൊന്നായി കൊന്നൊടുക്കുന്ന അർജുനും ജയകുമാരിയും ഒരിക്കൽ പ്രകാശിനെ തേടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. എന്നാൽ പറയൂ. ഞങ്ങൾ അല്പം വൈകിപ്പോയി. ജയകുമാരിയെയും കുടുംബത്തെയും നശിപ്പിച്ച റാക്കറ്റിനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയിട്ടാണ് അവർ കീഴടങ്ങിയത്. മുൻപുള്ള കേസുകളിൽ ഞാൻ ഒത്തിരി പേരെ തല്ലിയിട്ടുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട്. പല സാഹസികതകളും പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ എനിക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. സിനിമ കണ്ട് സംതൃപ്തമായ മുഖവുമായി പുറത്തേക്ക് ഇറങ്ങി വന്നവരെ പിടിച്ച് വാഹനത്തിൽ കയറ്റി എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു. അത്രമാത്രം. ഡിവൈഎസ്പി അരുൺകുമാർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴും ഡിറ്റക്റ്റീവ് സൂസന്റെ മനസ്സിൽ പാവം ജയകുമാരിയുടെ മുഖമായിരുന്നു. എല്ലാവർക്കും നോവൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നോവലുമായി നാളെ കാണാം. നന്ദി.